നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്രം കുറിച്ച വിജയമാണ് BJP നേടിയത്. അതായത് BJPക്ക് കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി 3 MLA മാർ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് BJP ആദ്യമായി സംസ്ഥാനത്ത് ഒരു അക്കൗണ്ട് തുറന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുതിർന്ന നേതാവായ O രാജഗോപാൽ നിയമമണ്ഡലത്തിൽ നിന്നും അന്ന് വിജയിക്കുകയായിരുന്നു. പിന്നീട് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം BJPക്ക് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 5 വർഷം വരെ BJP കേരളത്തിൽ സംപൂജ്യരായിരുന്നു. നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതിരുന്നു. പക്ഷേ ഇപ്പോൾ നിരവധി MLA മാരുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ. ഏതാണ്ട് 10-ലധികം MLA മാരുണ്ടാകുമെന്ന് വരെ BJP അവകാശവാദം ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ആ അവകാശവാദങ്ങളെ ഏതാനും ചില അഭിപ്രായ സർവേകളിലും അതുപോലെ തന്നെ എക്സിറ്റ് പോളുകളിലുമെല്ലാം 10-14 സീറ്റുകൾ വരെ BJPക്ക് ലഭിച്ചേക്കാം എന്ന ഒരു പ്രവചനമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് BJP ഉറപ്പു പറഞ്ഞിരുന്ന മണ്ഡലങ്ങളിൽ BJP വിജയിച്ചു എന്നുള്ളതാണ്. നേമമണ്ഡലം, അതുപോലെ തന്നെ ചാത്തന്നൂർ മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം എന്നിങ്ങനെ 3 മണ്ഡലങ്ങളിലാണ് BJP വിജയിച്ചത്. നേമത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വിജയം നേടി. അതിനു മുമ്പ് ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടത്ത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തോൽപ്പിച്ചുകൊണ്ട് V മുരളീധരൻ MLA ആയി വിജയിച്ചു വന്നു. ഇങ്ങനെ അവരുടെ 3 പേരുടെയും സത്യപ്രതിജ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ BJP ഒരു വമ്പൻ നീക്കമാണ് നിയമസഭയിൽ നടത്തിയത്. അത് മറ്റൊന്നുമല്ല, സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു MLAക്ക് സ്പീക്കറായി മത്സരിക്കണമെങ്കിൽ മറ്റൊരു MLA പിന്താങ്ങണം എന്ന ഒരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു അംഗത്തെ ലഭിച്ചുവെങ്കിലും O രാജഗോപാലിന് മത്സരിക്കണമെങ്കിൽ തന്നെ മറ്റൊരാൾ പിന്താങ്ങാനുണ്ടാകണം. അതില്ലാത്തത് കൊണ്ട് തന്നെ ആ കാലത്ത് BJPക്ക് സ്പീക്കറായി ഒരാളെ മത്സരിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ചരിത്രത്തിലാദ്യമായി BJPക്ക് നിയമസഭയിൽ 3 അംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ BB ഗോപകുമാറിനെ സ്പീക്കറായി മത്സരിപ്പിക്കുക എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നു. രാവിലെ 101 വോട്ടുകളോടുകൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, UDFിൻ്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിക്കുന്നു. കൃത്യമായി 35 വോട്ടുകൾ LDFന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെയും 3 വോട്ടുകൾ വളരെ കൃത്യമായി BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നുണ്ട്. പ്രോടൈം സ്പീക്കറായിരുന്ന G സുധാകരൻ വോട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് UDFിൻ്റെ 102 അംഗങ്ങളുടെ പിന്തുണയുള്ള UDFിൻ്റെ വോട്ട് 101 കുറഞ്ഞു പോയത്. എന്തായാലും അസാധാരണമായ സംഭവ വികാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ, മുന്നണി മാറി അല്ലെങ്കിൽ ഈ ക്രോസ് വോട്ടിംഗ് ഒന്നും നടക്കാതെ, മാത്രമല്ല അസാധു ഒന്നും ആകാതെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചർച്ചയാവുന്നത് BJPയുടെ മറ്റൊരു പ്രഖ്യാപനമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു MLA ഓഫീസ് നേമത്ത് ജൂൺ ആദ്യവാരം മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേമം MLA രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിലെ ഏതാനും ചില മുനിസിപ്പൽ വാർഡുകളിൽ നടത്തിയ നന്ദി നേമം പരിപാടിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് തൻ്റെ MLA ഓഫീസ് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. ആ ഓഫീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസായിരിക്കും. പൊതുജനങ്ങൾക്ക് ഏത് ആവശ്യത്തിനും ഏത് സമയത്ത് വേണമെങ്കിലും ഈ MLA ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. മാത്രമല്ല ഈ ഓഫീസിന് എല്ലാവിധ സർവ്വസന്നാഹങ്ങളും ഉണ്ടാകും. ആംബുലൻസ് അടക്കമുള്ള സന്നാഹങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ BJP അറിയിക്കുന്നത്. അതായത് പൊതുജനങ്ങൾക്ക് ആവശ്യകരമായ രീതിയിൽ, മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യമായി ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കുന്ന രീതിയിൽ ആംബുലൻസ് സൗകര്യമടക്കം ഒരുക്കിക്കൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ MLA ഓഫീസ് നേമത്ത് പ്രവർത്തനം ആരംഭിക്കുക. അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല MLA ഓഫീസിൽ ആഴ്ചയിൽ 2 ദിവസവും BJPയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ആഴ്ചയിൽ 1 ദിവസവും പൊതുജനങ്ങൾക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് കാണാനുള്ള സൗകര്യവും ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ വിജയമാണ് നേമമണ്ഡലത്തിൽ BJP നേടിയത് എന്ന് നമുക്കറിയാം. ഏതാണ്ട് 4000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന V ശിവൻകുട്ടി, സിറ്റിംഗ് MLA ആയിരുന്ന V ശിവൻകുട്ടിയെ BJP മലർത്തിയടിച്ചത് എന്ന് വേണം പറയാൻ. V ശിവൻകുട്ടി അവസാന നിമിഷം വരെയും മണ്ഡലത്തിൽ വിജയ പ്രതീക്ഷ പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. മന്ത്രിമണ്ഡലമാണ്. അവിടെ BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ്. അത് ഏത് വിധേന
വിധേനയും പിടിച്ചെടുക്കുക എന്നൊരു വാശി BJP ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് BJP അവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്. അതിന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം BJP നേടിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിച്ച നിയമസഭാ മണ്ഡലമാണ് നേമം നിയോജക മണ്ഡലം. അവിടെ നിന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് 20,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടി അവിടെ ഒന്നാം സ്ഥാനം നിലനിർത്തി. ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും ഏതാണ്ട് 5,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിലനിർത്താനായി. അവിടെ 15ഓളം മണ്ഡലങ്ങൾ, അതായത് 22ഓളം മുനിസിപ്പൽ വാർഡുകളാണ് ഈ നേമ മണ്ഡലത്തിലുള്ളത്. ഇതിൽ 15ഓളം മുനിസിപ്പൽ വാർഡുകളും വിജയിച്ചിരിക്കുന്നത് BJPയുടെ കൗൺസിലർമാരാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. BJPയുടെ ഈ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറാനാണ് LDF അല്ലെങ്കിൽ പ്രത്യേകിച്ചും CPM കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചത്. പക്ഷേ അത് അത്രത്തോളം വിജയിച്ചില്ല. ഏതാണ്ട് 4,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അവിടെ ലഭിച്ച, BJPക്ക് അവിടെ ലഭിച്ച അതേ ഭൂരിപക്ഷം ഏതാണ്ട് നിലനിർത്തിക്കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വന്നത്. നേമം മണ്ഡലം എന്നത് ഏതാണ്ട് 9,000-നും 10,000-നും ഇടയ്ക്ക് വോട്ടുകൾക്ക് അവിടെ തങ്ങൾ വിജയിച്ചു വരും എന്നാണ് അവസാന നിമിഷം വരെയും BJP പ്രവർത്തകർ നൽകിയിരുന്ന ആത്മവിശ്വാസം. പക്ഷേ അവിടെ വിജയിക്കാനായെങ്കിലും അവരുടെ ഒരു കണക്കിനനുസരിച്ചിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നേമം നിയോജക മണ്ഡലത്തെ തങ്ങളുടെ ഒരു ഈറ്റില്ലമാക്കി മാറ്റുക, തങ്ങളുടെ ഉരുക്കുകോട്ടയാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യത്തിനായിരിക്കും അടുത്ത വരും 5 വർഷങ്ങളിൽ BJP പ്രാധാന്യം കൊടുക്കുക. കാരണം 2016-ൽ നേമം നിയോജക മണ്ഡലം BJP പിടിച്ചെടുത്തുവെങ്കിലും 2021-ൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നതിൽ LDF വിജയിച്ചു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ പൂട്ടുമെന്നാണ് V ശിവൻകുട്ടി തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നന്ദി നിയമം പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് പൂട്ടും താക്കോലും ഒക്കെ ജനങ്ങളുടെ കയ്യിലാണ്, ജനങ്ങളത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പൂട്ടുകയും തുറക്കുകയും ഒക്കെ ചെയ്യും എന്ന് ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ അല്ലെങ്കിൽ ശിവൻകുട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു. മാത്രമല്ല വ്യത്യസ്തമായ ഒരു മണ്ഡലമായിരിക്കും, ഒരു പ്രവർത്തന ശൈലിയായിരിക്കും തൻ്റേത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നേമം നിയോജക മണ്ഡലത്തിൽ മാറ്റം കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കും. സാധാരണഗതിയിൽ പ്രതിപക്ഷ നിയോജക മണ്ഡലങ്ങളിലെ വികസനം തടസ്സപ്പെടുത്താൻ ഭരണകക്ഷികൾ ശ്രമിക്കാറുണ്ട്. അതിന് ഈ ഫണ്ട് അലോക്കേഷനിൽ ഉൾപ്പെടെ ചില ചിറ്റമ്മ നയം കാണിക്കുന്ന പതിവാണ്. അത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അതിനെ ശക്തമായി നേരിടും എന്നും നേമം MLA പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും വ്യത്യസ്തമായ ഇടപെടലുകളിലൂടെ നേമത്ത് സജീവമായി നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന MLA ഓഫീസ് നേമത്ത് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. അവിടെ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ്താവന നടത്തിയത്. മാത്രമല്ല കഴക്കൂട്ടത്തും അതുപോലെ തന്നെ ചാത്തന്നൂരിലുമെല്ലാം MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴക്കൂട്ടത്ത് V മുരളീധരൻ്റെ MLA ഓഫീസ് കൊച്ചുള്ളൂരിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ ഓരോ ദിവസവും നിരവധി ആവശ്യങ്ങൾക്കായി MLA ഓഫീസിൽ സന്ദർശനത്തിനെത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിൽ മണ്ഡലങ്ങൾ നിലനിർത്തുക, മണ്ഡലങ്ങൾ അവരുടെ ഉരുക്കു കോട്ടയാക്കി മാറ്റുക. കാരണം അത്രയും ആധികാരികമായ ജയമൊന്നുമല്ല ഈ മണ്ഡലങ്ങളിൽ, വലിയ ഭൂരിപക്ഷമൊന്നുമല്ല BJPക്ക് ഈ മണ്ഡലങ്ങളിൽ ലഭിച്ചിരിക്കുന്നത്. 4,000 വോട്ടിൻ്റെ വീതം ഭൂരിപക്ഷത്തിലാണ് ചാത്തന്നൂരും അതുപോലെ തന്നെ നേമവും പിടിച്ചെടുത്തത്. അതേസമയം 400 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് കഴക്കൂട്ടത്ത് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങൾ തങ്ങളുടെ ഉരുക്കു കോട്ടകളാക്കി മാറ്റുക എന്നതായിരിക്കും MLAമാർ ഇപ്പോൾ ശ്രദ്ധ ഊന്നുക. അതോടൊപ്പം തന്നെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളടക്കം മണ്ഡലത്തെ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നും BJPയുടെ MLAമാർ വിശദീകരിക്കുന്നു.